നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ചു മരിക്കുന്നവരുടെ എണ്ണത്തിൽ നേരിയ വർധന. കുറച്ചുനാളായി പ്രതിദിന മരണസംഖ്യ 1 ചുരുങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് രാജ്യത്താകെ കോവിഡ് മൂലം 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതേസമയം 29 പേർക്ക് കൂടി കോവിഡ് ബാധ പുതിയതായി സ്ഥിരീകരിച്ചു. 40 രോഗബാധിതർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ബഹ്റൈനിൽ ആശ്വാസം പകർന്ന് കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും കുറയുന്നു. 16 പേർക്കാണ് ശനിയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത്. 24 പേർ കൂടി ഇന്നലെ രോഗമുക്തരായി. പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 11 പേർ പ്രവാസി തൊഴിലാളികളാണ്. ആകെ 2,77,552 പേർക്കാണ് ബഹ്റൈനിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 2,75,889 പേർ രോഗമുക്തരായി. ആകെ 7,34,980 കോവിഡ് പരിശോധനകൾ രാജ്യത്ത് ഇതുവരെ നടത്തിയത്. നിലവിൽ 269 കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത്. ഇതിൽ 2 പേർ ചികിത്സയിലാണ്. ഖത്തറിൽ ശനിയാഴ്ച 155 പേർക്ക് കൂടി പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു. 121 പേർ രോഗമുക്തി നേടി. പുതുതായി രോഗബാധയുണ്ടായവരിൽ 140 പേർക്ക് സമൂഹ വ്യാപനത്തിലൂടെയാണ്. 15 പേർ വിദേശങ്ങളിൽ നിന്ന് എത്തിയവരാണ്. 1969 രോഗികളാണ് നിലവിൽ രാജ്യത്തുള്ളത്. പുതിയ കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാമ്പത്തിക നിക്ഷേപ വാണിജ്യ മേഖല ശക്തിപ്പെടുത്താനും സാമൂഹ്യ സ്ഥിരതയും സുരക്ഷയും ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് നിയമനിർമ്മാണ പരിഷ്കാരങ്ങൾക്ക് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ അംഗീകാരം നൽകി. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ പരിഷ്കാരങ്ങളിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും അവകാശ സംരക്ഷണത്തിന് മുന്തിയ പരിഗണന നൽകി. രാജ്യ രൂപീകരണത്തിന്റെ 50ാം വാർഷികത്തിൽ 40-ലധികം നിയമങ്ങളാണ് പരിഷ്കരിച്ചത്. സൗദി അറേബ്യയിൽ നിന്ന് കോവിഡ് വാക്സിൻ 1 ഡോസ് എടുത്ത ശേഷം രാജ്യത്ത് പുറത്തുപോയവർക്ക് ഇളവ്. അവർ രാജ്യത്തേക്ക് തിരിച്ചു വരുമ്പോൾ ക്വാറന്റൈൻ 3 ദിവസം മാത്രമായി കുറച്ചു. ഡിസംബർ 4-ന് നിയമനം പ്രാബല്യത്തിലാകും. സൗദിയിൽ നിന്നും 2 ഡോസ് വാക്സിൻ എടുക്കാത്ത എല്ലാവർക്കും 5 ദിവസമാണ് ഹോട്ടൽ ക്വാറന്റൈൻ. അതിനാലാണ് സൗദിയിൽ നിന്ന് 1 ഡോസ് വാക്സിൻ എടുത്തവർക്ക് 3 ദിവസമായി കുറച്ചത്. അബുദാബി ഹംദാൻ സ്ട്രീറ്റിൽ 21 നില കെട്ടിടത്തിൽ തീപിടുത്തം. കഴിഞ്ഞ ദിവസം രാത്രി 10:02-നാണ് കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായ വിവരം കൺട്രോൾ റൂമിൽ ലഭിച്ചതെന്ന് അബുദാബി സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ അബുദാബി സിവിൽ ഡിഫൻസ് വിഭാഗം തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ ഒഴിപ്പിച്ചു. പുക ശ്വസിച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ടവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി. പുതിയ കോവിഡ് വകഭേദം ഒമിക്രോണിന്റെ പശ്ചാത്തലത്തിൽ 7 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് സൗദി അറേബ്യ വിലക്ക് ഏർപ്പെടുത്തി. മലാവി, സാംബിയ, മഡഗാസ്കർ, അങ്കോള, സീഷൽ, മൗറീഷ്യസ്, കൊമോറോസ് എന്നീ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചുമുള്ള വിമാനങ്ങളാണ് വിലക്കിയതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതോടെ സൗദി അറേബ്യയിൽ വിലക്ക് ഏർപ്പെടുത്തിയ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ എണ്ണം 14 ആയിരിക്കുന്നു. യുഎയുടെ 50ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് 870 തടവുകാർക്ക് ജയിൽ മോചനം നൽകാൻ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു. വിവിധ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷ അനുഭവിക്കുന്നവരാണ് മോചിതരാകുന്നത്. തടവുകാർക്ക് പുതിയൊരു ജീവിതം തുടങ്ങാനും അവരുടെ കുടുംബങ്ങളുടെ പ്രയാസം കുറയ്ക്കുന്നതിന് അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. മോചനം ലഭിക്കുന്ന തടവുകാരുടെ കടബാധ്യതകളും പിഴവുകളും ഒഴിവാക്കി നൽകും. പുതിയ കോവിഡ് വകഭേദത്തിന്റെ പശ്ചാത്തലത്തിൽ 9 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് കുവൈറ്റ് വിലക്ക് ഏർപ്പെടുത്തി. സിവിൽ ഏവിയേഷൻ വിഭാഗം ശനിയാഴ്ചയാണ് ഇക്കാര്യം അറിയിച്ചത്. ദക്ഷിണാഫ്രിക്ക, നമീബിയ, സിംബാബ്വെ, ലിസോത്ത, സാംബി, മലാവി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വാണിജ്യ വിമാനങ്ങൾക്കാണ് കുവൈറ്റിൽ വിലക്കുള്ളത്. ഒമിക്രോൺ കോവിഡ് വകഭേദത്തിന്റെ വരവോടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഖത്തർ എയർവേസ് കർശന യാത്രാ വിലക്ക് ഏർപ്പെടുത്തി. ദക്ഷിണാഫ്രിക്ക, സാംബിയ, അങ്കോള എന്നീ 5 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് ഖത്തർ എയർവേസ് നിലവിൽ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത്. അതേസമയം ഈ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് വിമാനത്തിൽ പ്രവേശനം അനുവദിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.